Hi guys, welcome back to my channel and welcome to a new video. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു അപ്ലൈ ഫോർ കൊറിയൻ വിസ ആണ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ കേരള, തമിഴ്നാടു, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടക. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്കായിരിക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുക. ബട്ട് ഈ വീഡിയോ ഞാൻ മലയാളത്തിൽ ചെയ്യുന്ന കാരണം മോസ്റ്റ്ലി മലയാളികൾക്കായിരിക്കും യൂസ്ഫുൾ ആയിരിക്കുക. ഓക്കെ, സോ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ വിസ ടൈപ്പിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ വിസ ടൈപ്പിനെ ബേസ്ഡ് ആയിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ബട്ട് ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് മാത്രമേ മാറ്റുണ്ടാവുള്ളൂ, ബാക്കി എല്ലാ പ്രോസസ്സും നിങ്ങൾക്ക് സെയിം ആയിരിക്കും. ഓക്കെ, സോ എൻ്റെ വിസ എന്ന് പറയുന്നത് D4 വിസ ആയിരുന്നു, കൊറിയൻ ലാംഗ്വേജ് ട്രെയിനി വിസ. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഗൂഗിളിൽ പോയിട്ട് കോൺസുലേറ്റ് ജനറൽ ഓഫ് റിപ്പബ്ലിക് കൊറിയ ഇൻ ചെന്നൈ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ സപ്പോസ് നിങ്ങൾ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ എന്ന് അടിക്കുക. ഓക്കെ, ഇനി അതിനടിച്ചതിന് ശേഷം ആദ്യത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോവുക. അവിടെ നിങ്ങൾക്ക് കോൺസുലർ ബാർ വിസ സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ ഫോർ ഇന്ത്യൻ അപ്ലിക്കൻസ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ കുറേ നോട്ടീസസ് ഉണ്ടാവും, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഈ ഒരു പ്ലേസിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ നിങ്ങൾക്ക് ഏതർ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഓൺ വിസ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഓൺ ഓപ്പണിംഗ് ഓഫ് കൊറിയ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ അറ്റ് VFS ഗ്ലോബൽ ഇൻ ചെന്നൈ ആൻഡ് ബാംഗ്ലൂരു. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് എടുക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പ്രോസസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് പ്രോസസ്സ് ആൻഡ് ന്യൂ പ്രോസസ്സ്. ഓക്കെ, കഴിഞ്ഞ 2023 സെപ്റ്റംബർ വരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തതിൻ്റെ ശേഷം ഈ കോൺസുലേറ്റ് ജനറൽ ഓഫ് റിപ്പബ്ലിക് കൊറിയ ഇൻ ചെന്നൈ എന്നുള്ള ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ്ലി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവർ നമുക്ക് അവിടെ നിന്നൊരു റെസിപ്റ്റ് തരും ഇഫ് എവറിത്തിങ് ഇസ് ഫൈൻ. എന്നിട്ട് നമ്മൾ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് നമ്മുടെ വിസ അപ്രൂവ് ആയി എന്നാണ്. ഓക്കെ, എന്നിട്ട് ഒരു 10 to 15 days കഴിയുമ്പോൾ നമുക്ക് വിസ ട്രാക്കിംഗ് പേജ് ഉണ്ട് ഈ ഒരു സൈറ്റിൽ തന്നെ. അവിടെ പോയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വിസ അപ്രൂവ് ആയോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യണം. അത് നമുക്ക് ഏതർ ഡയറക്റ്റ് ആയിട്ട്, ഐ തിങ്ക് അവർ പോസ്റ്റൽ സർവീസ് ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ്ലി പോയിട്ട് പാസ്പോർട്ട് കളക്ട് ചെയ്യണം. സോ ഇപ്പോഴത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മളുടെയും ഈ കൊറിയൻ കോൺസുലേറ്റ് ഓഫീസിൻ്റെയും ഇടയിൽ VFS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഫീസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദേ ആക്ട് ലൈക്ക് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ബോത്ത് ഓഫ് അസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അവിടെ പോയി സബ്മിറ്റ് ചെയ്യും, അവരതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കും. കറക്റ്റ് ആണോ എന്ന് നോക്കിയതിൻ്റെ ശേഷം അവർ ആ ഡോക്യുമെൻറ്റ്സ് കൊറിയൻ കോൺസുലേറ്റ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഈ ഡോക്യുമെൻറ്റ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ആൻഡ് ദ പ്രോസസ് ഇസ് പ്രിറ്റി മച്ച് ഫാസ്റ്റ്. ഓക്കെ, എൻ്റെ വിസ ഒരു 7 days തന്നെ, എക്സാക്ട്ലി 7 days അപ്രൂവ് ആയിരുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ പ്രോസസ്. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. സോ ബേസിക്കലി നമ്മൾ ഓൾറെഡി ഈ ഒരു പേജിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അടിയിൽ വിസ ചെക്ക് ലിസ്റ്റ് വിൽ ബി അപ്ലോഡഡ് അറ്റ് VFS ഹോം പേജ് ആഫ്റ്റർ 14th of August എന്നുള്ളതിൻ്റെ താഴെ ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ VFSൻ്റെ പേജിലോട്ട് പോവും. ഇവിടെ ഹോം പേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വായിക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഇവിടുത്തെ ന്യൂസ്, ലൊക്കേഷൻ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം ഇഫ് റിക്വയർഡ്. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് അപ്ലൈ ഫോർ വിസ. ഓക്കെ, ഏതർ ഹോം പേജിൽ നിന്ന് പോവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ടാബ് നോക്കണ്ടോ, ഇവിടെ അപ്ലൈ ഫോർ വിസ എന്നുണ്ട്, ഇവിടെ പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് വരും. ഇവിടെ ഐഡൻറ്റിഫൈ വിസ ടൈപ്പ്. അപ്പോൾ നിങ്ങൾ ഏത് വിസ ടൈപ്പിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ഓൺ വ്യൂ മോർ. അതിലിവിടെ വിസ ടൈപ്പ് ചെയ്തൊരു ലിങ്കാണ്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഈ ഒരു വിസ ടൈപ്സ് വരും. പലതരം വിസ ടൈപ്സ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റേത് ബേസ്ഡ് ആണ് സംസാരിക്കുന്നത്. നിങ്ങളുടേത് നിങ്ങളിപ്പോൾ ടൂറിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എൻ്റേത് ലോങ് ടേം സിംഗിൾ എൻട്രി വിസ ആയിരുന്നു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡിലാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ പോയിട്ട് ഏറ്റവും താഴെ പോകുമ്പോൾ സ്റ്റഡി അബ്രോഡ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വിസ ലിസ്റ്റ് വരും. ഓക്കെ, ഇതിൽ
ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പാസ്പോർട്ട് വിത്ത് മോർ ദാൻ 6 months വാലിഡിറ്റി, പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആൻഡ് വിസ അപ്ലിക്കേഷൻ ഫോം ഫിൽഡ് ബൈ അപ്ലിക്കൻറ്റ്. അതൊരു ഓൺലൈൻ അപ്ലിക്കേഷൻ. ഈ ഒരു വിസ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ഈ ഒരു വിസ അപ്ലിക്കേഷൻ മര്യാദയ്ക്ക് ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിസ 100% റിജക്റ്റ് ആവും. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൻ്റെ വിസ റിജക്റ്റ് ആയിട്ടുണ്ട് ആൻഡ് വി ബിലീവ് ദാറ്റ് ഈസ് ദ റീസൺ. അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താ സംഭവിച്ചതെന്നുള്ളത്. ബട്ട് ഓൺലൈൻ വിസ അപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ്സ് വിത്ത് ഒറിജിനൽ അപ്പോസ്റ്റൈൽ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം. ആൻഡ് ഇത് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ വിസ ഫീ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നോർമൽ വിസ എന്ന് പറയുന്നത് 4800 ആണ്. പിന്നെ VFS ചാർജ് ഉണ്ടാവും 1380, കൊറിയർ ചാർജ് 550. സോ ബേസിക്കലി പണ്ടത്തെ പ്രോസസ്സിൽ കൊറിയർ ചാർജ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അവരുടെ അടുത്ത് ഡയറക്റ്റ്ലി പോയിട്ട് പാസ്പോർട്ട് കളക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 550 റുപ്പീസ് കൊടുത്താൽ അവർ വിസ അപ്രൂവ് ആയാലും റിജക്റ്റ് ആയാലും ഈ ഒരു പാസ്പോർട്ട് നമ്മളുടെ വീട്ടിലോട്ട് അയച്ചു തരും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ പോവുക. എന്നിട്ട് അതിൽ അപ്ലിക്കേഷനിൽ ഇലക്ട്രോണിക് ഫോർമാറ്റ് വിസ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് അതിൽ ഫിൽ ഔട്ട് ദി ഇലക്ട്രോണിക് അപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോം ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ടാവും. അത് നിങ്ങൾ മാറ്റണം. ബിക്കോസ് അത് വെച്ചിട്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോം കറക്റ്റായിട്ട് ഫില്ലാവില്ല. ഓക്കെ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ പോവും. അപ്പോൾ അതിൻ്റെ താഴെ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ പേജിൽ തന്നെ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫോം കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ആവും. എന്നിട്ട് വേണം നിങ്ങൾ താഴെ പോയിട്ട് ഫിൽ ഔട്ട് ഈ ഫോം ക്ലിക്ക് ചെയ്തിട്ട് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. ഓക്കെ, അപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തതിന് ശേഷം അറ്റ് ദി എൻഡ് നിങ്ങളുടെ പേരും സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഡേറ്റ് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ VFS സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ഭയങ്കര വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം തരും. അപ്പോൾ ബട്ട് സ്റ്റിൽ നിങ്ങൾ ഫോമൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ വിസ ഫോം എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നിരിക്കുക. അവർ നിങ്ങൾക്കൊരു പേപ്പർ തരും. അതൊക്കെ സൂക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിസ പേജിൽ പോയിട്ട്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ വിസ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് വിസ ട്രാക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ദ അപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമൊക്കെ കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ നിങ്ങൾക്ക് വിസ സ്റ്റേറ്റസ് കാണിക്കും. ഓക്കെ, അപ്രൂവ് ആയിട്ടുണ്ടോ റിജക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. സോ ഒരു ആഫ്റ്റർ 7 days നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രീനിൽ നമ്മളിപ്പോൾ VFS ഗ്ലോബൽ പേജിലോട്ട് വീണ്ടും വന്നു. അവിടെ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ടാബ് ഉണ്ട്. ആ ടാബിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി ആ ഒരു ഓഫീസിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പോഴാണ് വിസ ഓഫീസ് അവൈലബിൾ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് എ സെൻറ്റർ എന്നുള്ള അവിടെ ഉണ്ടാവും. നിങ്ങൾ ബാംഗ്ലൂർ ആണോ ചെന്നൈ ആണോ ആൻഡ് ബാക്കി എവിടെയാണോ എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ചെന്നൈ ചൂസ് ചെയ്യുകയാണെങ്കിൽ Monday to Friday 8 to 15 ആണ് ടൈം. ഓക്കെ, ഇവിടെ കൊച്ചി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൊച്ചിയിൽ VFS സെൻറ്റർ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ തവണ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇതുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് പുതുതായിട്ട് വന്നതായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ചെന്നൈയിൽ പോകേണ്ട ആവശ്യമില്ല, കൊച്ചിയിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുമ്പം അതിൽ TB ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിക്കാനുണ്ടാവും.
TB ടെസ്റ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെയ്യാൻ പറ്റില്ല. ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ മാത്രം പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത കോൺസുലേറ്റ് ഓഫ് റിപ്പബ്ലിക് കൊറിയ ഇൻ ചെന്നൈ പേജിൽ പോയിട്ട് ഇന്ത്യൻ അപ്ലിക്കൻസിൻ്റെ അവിടെ പോയാൽ നിങ്ങൾക്ക് ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽ ബൈ ദി കോൺസുലേറ്റ് ജനറൽ ഓഫ് കൊറിയ ഇൻ ചെന്നൈ കാണാൻ പറ്റും. അവിടെ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് TB ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്ലിക്കേഷൻ ഫോം ആൻഡ് ഡോക്യുമെൻറ്റ്സ് VFS സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ നിങ്ങൾക്ക് ഒരു റിസിപ്റ്റ് തരും. അതൊക്കെ സൂക്ഷിക്കുക. പാസ്പോർട്ട് അവർ വാങ്ങി വയ്ക്കും. അപ്രൂവ് ആയാലും റിജക്റ്റ് ആയാലും അവർ പാസ്പോർട്ട് വീട്ടിലോട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വിസ അപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസ് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ പാസ്പോർട്ട്, അതുപോലെ തന്നെ ബർത്ത്ഡേ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ റിസീവ്ഡ് ആണോ, ഇൻ പ്രോഗ്രസ് ആണോ, അതുപോലെ തന്നെ അപ്രൂവ്ഡ് ആണോ, റിജക്റ്റഡ് ആണോ, ഇതെല്ലാം കാണാൻ പറ്റുന്നല്ല, കാണാൻ പറ്റും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 7 ഡേയ്സിൽ തന്നെ, എക്സാക്ട്ലി 7 ഡേയ്സിൽ എൻ്റെ വിസ അപ്രൂവ് ചെയ്തായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ കൊറിയ പോയപ്പം ഐ തിങ്ക് ഇറ്റ് ടുക്ക് മോർ ദാൻ 10 days. സോ VFS പ്രോസസ്സ് വന്നതിൻ്റെ ശേഷം വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഇത്രയും നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന്. ഞാൻ വീണ്ടും പറയാണ്, വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോഴും ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, വിസ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജൻറ്റ് വഴി അപ്ലൈ ചെയ്യാം. ഞാൻ ചെയ്തത് ഞാൻ തന്നെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തതാണ്. ഈ ഏജൻറ്റിന് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ അത്രയും ഒരു സീരിയസ്നെസ് ചിലപ്പോൾ അവർക്കുണ്ടാവില്ല. എൻ്റെ ഫ്രണ്ടിന് സംഭവിച്ചത് അതാണ്. അവൾ ഏജൻറ്റ് വഴിയാണ് അപ്ലൈ ചെയ്തത്. മുംബൈ കോൺസുലേറ്റിലായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അവളുടെ വിസ റിജക്റ്റായി. വിസ റിജക്റ്റ് ആയാൽ റീസൺസ് നമുക്കറിയാൻ പറ്റില്ല. ഓക്കെ, റീസൺ ബ്ലാങ്ക് ആയിരിക്കും, അവർ നമ്മളെ അടുത്ത് ഒന്നും പറയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒന്നില്ലെങ്കിൽ അവർ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അവളുടെ ഫോമിൽ ഫില്ല് ചെയ്തപ്പം അതും അവർ തന്നെയാണ് ഫില്ല് ചെയ്തത്. ഏജൻ്റാണ് ഫില്ല് ചെയ്തത്. അപ്പോൾ ആ ഫില്ല് ചെയ്ത് അവിടെ ട്രാവൽ എക്സ്പെൻസ് എന്നുള്ളൊരു കോളം ഉണ്ട്. യൂഷ്വലി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് $10,000 USD ആണ്. ഓക്കെ, അപ്പോൾ $10,000 ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇവൾ ഫോം ഫില്ല് ചെയ്തപ്പം അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് $5,000 ആണ്. ദാറ്റ് കുഡ് ബി എ റീസൺ അവളുടെ വിസ റിജക്റ്റ് ആവാൻ. സം വെഹിക്കിൾ ഈസ് പാസിംഗ് ബൈ. സോ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കും ഇന്ന് പരിചയമാവും, പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇതെല്ലാം ഞാൻ ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സീരിയസ്നെസ് അതിനുണ്ടാവും. നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എനിവേ, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.